90 കാലഘട്ടങ്ങളിൽ ഞാനും ഉറവശിയൊക്കെ മലയാളത്തിൽ ചെയ്തിട്ടുള്ള രസകരമായിട്ടുള്ള ചില സിനിമകൾ ഉണ്ടായിട്ടില്ലേ, അത്തരം ഒരു സിനിമ തന്നെയാണ് പരിമള ആൻഡ് കോ. അതിലേക്ക് അടുത്ത എൻ്റെ ഏറ്റവും വലിയ സന്തോഷം എന്ന് പറയുന്നത് 10-20 വർഷങ്ങൾക്ക് ശേഷം ഉർവശിയായിട്ട് ഒരുമിച്ചൊരു സ്ക്രീൻ ഷെയർ ചെയ്യാൻ പറ്റിയെന്നുള്ളത് എന്നെ സംബന്ധിച്ചും ഉർവശിക്കും അത് വളരെ ഒരു ത്രില്ലിംഗ് ആയിട്ടുള്ള കാര്യമായിരുന്നു. ഒരുപാട് സന്തോഷം. ഇതിനിടയ്ക്ക് പഞ്ചതന്ത്രം പോലെയുള്ള സിനിമകൾ തമിഴിൽ ചെയ്തു, ഒരു ആന്തോളജി മൂവി ചെയ്തു, പുത്തൻ പുതുക്കാലെ. പക്ഷേ അതിനേക്കാളൊക്കെ നായകനും നായികയുമായിട്ട് തന്നെ 10-20 വർഷത്തിന് ശേഷമാണ് ഒരു സിനിമ ചെയ്യുന്നത്. അതിൻ്റെ ഒരു ത്രില്ല് ഞങ്ങൾക്ക് രണ്ടുപേർക്കുണ്ടായിരുന്നു. അത് മാക്സിമം പാണ്ഡ്യരാജ് സാർ യൂട്ടിലൈസ് ചെയ്തു. ഞങ്ങൾക്ക് രണ്ടുപേർക്കും ക്യാമറ ഓപ്പൺ ചെയ്ത് വെച്ച് ഞങ്ങൾക്കത് പെർഫോം ചെയ്യാനുള്ളൊരു അവസരം അദ്ദേഹം ഉണ്ടാക്കി തന്നു. ഓരോ സീനും രാവിലെ വായിച്ചു കഴിയുമ്പോൾ ഞങ്ങളെല്ലാവരും തന്നെ, സഞ്ജന, അനന്തിക, മറ്റേ ഉർവശി, ഞാൻ, എല്ലാവരും, ബാക്കി കൂടെ അഭിനയിക്കുന്ന മിഷ്കിൻ സാർ, ഒരു മാസ്റ്റർ എന്നെ 4 ദിവസം മുമ്പ് മാസ്റ്റർ രണ്ടാമതൊരു ഡാൻസ് ചെയ്യിപ്പിച്ച് ഇത് ചെയ്തുള്ളൂ. അപ്പോൾ ഞങ്ങളെല്ലാവരും ഇരുന്ന് സ്ക്രിപ്റ്റ് വായിച്ചു കഴിയുമ്പോൾ തന്നെ ഞങ്ങൾ ഇന്ന രീതിയിൽ അതിനുള്ള ഫുൾ സ്വാതന്ത്ര്യം അദ്ദേഹം തരും. അദ്ദേഹം ചെയ്തു നോക്കിയ ശേഷം എന്തെങ്കിലും കറക്ഷൻ ഉണ്ടെങ്കിൽ മാത്രം അത് കറക്റ്റ് ചെയ്യുക, അല്ലാതെ ഞാൻ എഴുതി വെച്ച പോലെ ഇങ്ങനെ തന്നെ ആയിരിക്കണമെന്ന് നിർബന്ധം പിടിച്ച് ഞങ്ങളെ കൊണ്ട് അഭിനയിപ്പിച്ചിട്ടില്ല. ഒരുപാട് എൻജോയ് ചെയ്ത ഒരു സിനിമയായിരുന്നു. ഒരുപാട് ഞങ്ങളെല്ലാവരും തന്നെ ഇത്രയും എൻജോയ് ചെയ്ത് ഇത്രയും ചിരിച്ച്, അതിൽ പ്രത്യേകിച്ച് പറയേണ്ട കാര്യമില്ല. ഉർവശിയുടെ ഓരോ റിയാക്ഷനുകളും തന്നെയാണ് പലപ്പോഴും ഞാൻ തന്നെ ആണ് ഡയറക്ടർക്ക് ഏറ്റവും കൂടുതൽ തലവേദനയായിട്ടുള്ളത്. പണ്ടും അതെ, ഉർവശിയുടെയൊക്കെ പല റിയാക്ഷനും ഞാൻ ചിരിച്ച് ഒരുപാട് ടേക്കുകൾ മലയാളത്തിലും വരാറുണ്ട്. അത് തന്നെ ഇപ്പോഴും സംഭവിച്ചത്. 10 ടേക്ക് 12 ടേക്ക് കഴിയുമ്പോൾ പട്ടേൽ സാറിന് ഞാൻ സോറി പറയും. എനിക്കത് നേരിട്ട് അതിങ്ങനെ റിഫ്ലക്റ്റ് ചെയ്യുമ്പോൾ എനിക്ക് ചിരി താങ്ങാൻ പറ്റില്ല. അതുകൊണ്ടാണ്. അങ്ങനെ ഒരുപാട് രസകരമായ ദിവസങ്ങൾ, 10-40 ദിവസം. അതിൻ്റെ ഒരു റിഫ്ലക്ഷൻ തിയേറ്ററിൽ കിട്ടും എന്ന് തന്നെയാണ് നമ്മളുടെ വിശ്വാസം. ഒരുപാട് വാഗ്വാദം മറ്റേതൊന്നും പറയുന്നില്ല. ഇത് കോടികളുടെ സിനിമ, അല്ലെങ്കിൽ പാൻ ഇന്ത്യൻ സിനിമ, 100 കോടി സിനിമ, അല്ലെങ്കിൽ ഞങ്ങളുടെ സിനിമ എങ്ങനെയാണ്, ഇതാണ്, ഒന്നും ഞങ്ങൾക്ക് അവകാശപ്പെടാനില്ല. ഒരു 2 മണിക്കൂർ ഫാമിലി എല്ലാവരുമായിട്ട്, അച്ഛൻ, അമ്മ, അമ്മുമ്മ, അപ്പൂപ്പൻ, കുട്ടികളെയൊക്കെ ഈ സ്കൂൾ തുറക്കുന്നതിന് മുമ്പ് അവർ വന്ന് തിയേറ്ററിൽ നിന്നാൽ എല്ലാവർക്കും ഒരേപോലെ എൻജോയ് ചെയ്യാൻ പറ്റുന്ന കുറച്ച് തമാശകളും കുറച്ച് സസ്പെൻസും കുറച്ച് ത്രില്ലിംഗ് ആയിട്ടുള്ള കുറേ കാര്യങ്ങൾ ചേർത്ത് വെച്ചിട്ടുള്ള മനോഹരമായിട്ടുള്ള സിനിമ പരിമള ആൻഡ് കോ. അതിൻ്റെ ഒരു ഭാഗമാകാൻ കഴിഞ്ഞത് എന്നെ സംബന്ധിച്ചിടത്തോളം വളരെ 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 സന്തോഷമായിട്ടുള്ള കാര്യമാണ്. താങ്ക് യു സോ മച്ച് സർ. താങ്ക് യു. அந்த ക്യാരക്ടർക്ക് എന്നെ മനസ്സിൽ വന്നതില്ലേ, താങ്ക് യു. Thank you so much, Jairam Aida and Pandraj.